ഹലോ ഓൾ, ഇന്നൊരു അടിപൊളി ചായക്കടി റെസിപ്പിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വേഗത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണിത്. ചിക്കൻ ഖൽബ് എന്ന് തന്നെ ഇതിനെ പറയാൻ പറ്റും. എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ. പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട വീട്ടിലുണ്ടാക്കി എടുക്കാൻ എനിക്ക് വളരെ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ കറിയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഏത്തപ്പഴത്തെ 2 ഏത്തപ്പഴം എടുത്തിട്ട് പകുതി മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊറോട്ട ഓരോന്നായി എടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഞാൻ വളരെ ചെറുതാക്കിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ഗ്രേവിയാക്കി വറ്റിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇതിനകത്ത് ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയായി ചെയ്യാവൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തെ ഇതിനകത്തേക്ക് ഫില്ലിങ്സായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അതിനെ ചുരുട്ടി മടക്കി എടുക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പൊറോട്ടയിലും ഞാനിവിടെ 4 പൊറോട്ട എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ പൊറോട്ടയിലും ഇങ്ങനെ ഗ്രേവി തടവിയതിന് ശേഷം അതിനെ ഏത്തപ്പഴം വെച്ച് ഫില്ല് ചെയ്തിട്ട് അതിനെ റോളാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും എല്ലാം നമ്മൾ റോളാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവി ഒരിക്കലും ലൂസായി പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ പൊറോട്ട എല്ലാം ചിക്കൻ കറിയും ഏത്തപ്പഴവും ഒക്കെ ചേർത്ത് റോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ വാഴയിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കണ്ട് കാണുമല്ലോ കേട്ടോ. അപ്പോൾ വാഴയിലയുടെ കാര്യം ഞാൻ ആദ്യമേ പറയാനായിട്ട് വിട്ടുപോയതാണ്. വാഴയിലയിൽ പൊതിഞ്ഞാണ് നമ്മളിത് കെട്ടിയെടുത്താണ് ആവിയിൽ വെച്ച് വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ റോളുകളെ ഓരോന്നായിട്ട് എടുത്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ 2ആയിട്ട് മുറിക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ പൊറോട്ട റോളിനെയും 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. ശേഷം വാഴയിലയിൽ പൊതിഞ്ഞാണ് വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ ഓരോന്നായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം വാഴയില ചെറുതായിട്ട് എടുക്കാവുള്ളൂ. വാഴയില ഒരുപാട് വലുതാക്കി എടുക്കരുത്. വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടി ആ വാഴയുടെ നാര് കൊണ്ട് തന്നെ കെട്ടിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊറോട്ട എല്ലാം റോളാക്കി അതിനെ നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങാനായിട്ട് പോവുകയാണ്. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ കെട്ടി വേണം എടുക്കാനായിട്ട്. എല്ലാം അങ്ങനെ കെട്ടിയതിന് ശേഷം വേണം പുഴുങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ആ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഡ്ഡലി തട്ടുകൂടി വരുന്ന സ്റ്റീമറാണിത്. വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണിത് കേട്ടോ. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. 1200 സംതിങ്ങോ എത്രയും കണ്ടേ ഉള്ളായിരുന്നു. ഇതിൽ 5 ഇഡ്ഡലി തട്ടുകൂടി ഉണ്ട്. പിന്നീട് സ്റ്റീമറാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാനുള്ള ആഹാരങ്ങളെ വേഗത്തിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. കണ്ടില്ല, ആ ഏത്തപ്പഴം ദാ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഏത്തപ്പഴം കാണത്തക്ക രീതിയിൽ വേണം വാഴയില വെച്ച് നിങ്ങൾ പൊതിയാനായിട്ട്. ഇവിടെ എൻ്റെ വാഴയിലയിൽ പൊതിഞ്ഞ ഒരു റോളിൻ്റെ കെട്ട് അഴിഞ്ഞിട്ടുണ്ട്. അത് കാര്യമാക്കേണ്ട, നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടുകൂടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എന്താ പറയുക പൊറോട്ട റോളെല്ലാം, അതായത് ചിക്കൻ ഖൽബ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവിയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ദാ കളർ തന്നെ കണ്ടില്ലേ, ഇല തന്നെ മങ്ങിയിട്ടുണ്ട് കണ്ടാ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ ചായക്കൊരു കടിയായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞി മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായക്കടിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അടിപൊളി സൂപ്പർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. ഉണ്ടാക്കാനായിട്ട് വളരെ പ്രയാസം കുറവാണ്. ആരും പ്രയാസമാണ് എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. ഓക്കെ, താങ്ക് യു.